മൂന്നാമത്തേതാണ് ചോക്ലേറ്റ് ക്രാവിംഗ്. ചോക്ലേറ്റ് കഴിക്കാനുള്ള ക്രാവിങ്സ് കൂടുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ മെഗ്നീഷ്യത്തിന്റെ അളവ് കുറയുമ്പോഴും അതുപോലെ തന്നെ ഇമോഷണലി ഡാമേജ് ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ചോക്ലേറ്റ് ക്രാവിംഗ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് കുറേ ഹോർമോണൽ ചേഞ്ചസ്, സ്ട്രെസ്, ആങ്സൈറ്റി, പുവർ സ്ലീപ്പ്, ഇതൊക്കെയാണ് ഇതിന്റെ കാരണം. ഇനി ഇതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഈ ലീഫി ഗ്രീൻസ്, ഡാർക്ക് ചോക്ലേറ്റ് പോലുള്ള മെഗ്നീഷ്യം റിച്ച് ഫുഡുകൾ നമ്മളുടെ ഡയറ്റ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ സ്ട്രെസ് മാനേജ്മെന്റ് ആക്ടിവിറ്റീസുകൾ കറക്റ്റായിട്ട് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് വൺ, നല്ലൊരു ഉറക്കം, നല്ല ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ഡേ നമ്മൾ ചെയ്തു തീർക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചോക്ലേറ്റ് ക്രാവിങ്സ് ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് വൺ, ക്രാവിംഗ് ഫ്രൈഡ് ഐറ്റംസ്. ഫ്രൈഡ് ഐറ്റംസോടുള്ള ക്രാവിങ്സ് വരുന്നത് നമ്മുടെ ബോഡി എപ്പോഴും ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇമോഷണലി ഓവർലോഡ് ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഈ ഫ്രൈഡ് ഐറ്റംസോടുള്ള ക്രാവിങ്സ് നമ്മുടെ ബോഡി നമുക്ക് കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ക്രഞ്ചി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ജോസ് അതുപോലെ തന്നെ സെൻസറി സിസ്റ്റത്തെ അത് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും പ്രഷറിനെ കാം ചെയ്യിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പോൾ ഈ സമയത്ത് അതുപോലെ ഹോർമോണൽ ചേഞ്ചസ്, ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ ഉറക്കം കറക്റ്റായിട്ട് കിട്ടാണ്ടിരിക്കുക, ഈ സമയത്തൊക്കെ നമുക്ക് ഈ ഫ്രൈഡ് ഐറ്റംസുകൾ, ക്രാവിംഗ് സംഭവങ്ങൾ നമുക്ക് വരും. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഓൾട്ടർനേറ്റീവ് കുറച്ച് സമയങ്ങളിൽ കൂടുതലും ക്രഞ്ചി ആയിട്ടുള്ള ഹെൽത്തി സ്നാക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് ക്യാരറ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട് സ്ലൈഡ്സ് ഒക്കെ ഇടയ്ക്ക് നമ്മൾ എടുക്കുന്നതിലൂടെ ഈ ഒരു ക്രാവിങ്സിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങളുടെ ക്രാവിംഗ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.